MIT ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ വീഴ്ചകളിൽ നിന്ന് പഠിച്ചു, കൂടുതൽ വീഴാതെ നോക്കി, ഇനിയും കൂടുതൽ ഇപ്പോൾ ഒരു പ്രാവശ്യം വീണാൽ അങ്ങനെ വീഴുന്ന നെക്സ്റ്റ് ടൈം വീഴുമ്പോൾ അത് ശരിയാക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്ത് വന്നത്. അപ്പം ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അങ്ങനെ ബിസിനസ്സുകളുടെ വീഴ്ചകളിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിക്ക് അല്ലാതെ എങ്ങനെ ഈ ബിസിനസ് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ചും ജോബിൻ സാറിനെ എനിക്കൊരു അതിനകത്ത് ഞാൻ കണ്ട അബ്സല്യൂട്ട് IAS അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ലൈക്ക് IAS കോച്ചിങ് സെൻറ്റർ. അതിന് ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രം, കൊച്ചി ആൻഡ് കാലിക്കറ്റ് ഈ 3 സ്ഥലങ്ങളിലും നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നു. പ്രത്യേകിച്ചും ചിത്രശലഭം പോലെയുള്ള പ്രോഗ്രാം, പ്രത്യേകിച്ചും സാറിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രോഗ്രാം എന്താണെന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള സാറിനൊരു ബിസിനസ് ചെയ്ത് പരിചയമുണ്ട്. സാറിന്റെ ബിസിനസ് ചെയ്തിട്ടുള്ള പരിചയത്തിൽ നിന്നാണോ ഈ ബിസിനസ് കോച്ചിങ് വേണമെന്ന് ആഗ്രഹിച്ചതെന്നുള്ളതാണ്? സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ പഠനം തന്നെ എൻ്റെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ സയൻറ്റിഫിക് ആയിട്ട് പഠിച്ചു. അതുപോലെ രാജ്യാന്തര തലത്തിലുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. NDTV, CNN, ICICI, എക്സൈഡ്, ഇങ്ങനെ അതിൻ്റെ തന്നെ ട്രെയിനിങ് ഡിവിഷൻ്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം നമ്മൾ പലപ്പോഴും റിസൾട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് റിസൾട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സൈഡ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ട്രെയിനിങ് ഹെഡായിട്ടിരിക്കുമ്പോൾ 7500 എംപ്ലോയീസ് അവിടെയുണ്ട്. ആ 7500 എംപ്ലോയീസിൽ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി ആയി ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അതൊരു ചാമ്പ്യൻ അവാർഡ് എന്ന് പറഞ്ഞ അവാർഡ് അവർ നൽകുന്നത് ധോണിയാണ് തന്നെ, MS ധോണി, കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ. ആ അവാർഡ് 2 തവണ കിട്ടി. അതെന്താണെന്ന് ചോദിച്ചാൽ ഹൈലി യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. ട്രേഡ് യൂണിയനിസം ഹൈ ആയി കേരളത്തിൽ. അപ്പോൾ ബ്രാഞ്ചസ് എല്ലാം പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. അവിടെ നിന്നും അതിനുശേഷം വീണ്ടും റീഓപ്പൺ ചെയ്തപ്പോൾ ട്രെയിനിങ് ഇൻ്റർവെൻഷൻസ് വഴി ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് ആ റീജിയനെ ഇന്ത്യയിലെ നമ്പർ 1 റീജിയൻ ആക്കി മാറ്റി. അപ്പോൾ വെറും മോട്ടിവേഷൻ അല്ല ഇവിടെ സംഭവിക്കുന്നത്. അവിടെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോഫിറ്റബിലിറ്റിയിലേക്കാണ് പോകുന്നത്. ഞാനൊരു ട്രെയിനർ ആകുന്നതിന് മുമ്പ് ഒരുപാട് ട്രെയിൻ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തു. സിദ്ധുവിൻ്റെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനർ വർക്ക്ഷോപ്പ്, കിൻഡർ ബ്രദേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്തുള്ള ഒരു അനുഭവ സമ്പത്തും കൂടി ചേരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ആളുകളിലേക്ക് പറ്റുക.